ബഹുമാന്യനായ എൻ്റെ ഗുരുനാഥൻ എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട പ്രഭാകരൻ, എൻ്റെ പരിചയത്തിലും അനുഭവത്തിലും പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ അതിശക്തമായ വ്യവസ്ഥാ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടമാക്കി ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. സത്യത്തിൽ ആധുനിക കേരളത്തിലെ ഒരു ഉപയോഗിക്കുന്ന വിപ്ലവദായകമായ ജീവിതത്തെ വ്യവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ പോരാട്ടമാക്കി മാറ്റുകയും പോരാളിയായി നമുക്കിടയിൽ ഇപ്പോഴും മാതൃകാപരമായി ജീവിക്കുകയും ചെയ്യുന്ന പ്രിയങ്കരനായ വാസുവേട്ടൻ, അതേപോലെ രീതിയിലുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, ബൗദ്ധിക മേഖലകളിൽ വ്യത്യസ്തമായ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയരായ പ്രധാന വ്യക്തിത്വങ്ങളാണ്. ഞാൻ സമയക്കുറവ് കൊണ്ട് പേരെടുത്ത് പറയുന്നത് എല്ലാവരും എനിക്ക് പ്രിയങ്കരാണ്. പല നിലയ്ക്കും ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ ദലിത് ബഹുജൻ മുന്നേറ്റ പ്രവർത്തനങ്ങളിൽ നീണ്ടകാലത്തെ പരിചയവും ധാരാളം ഇടപെടലുകളിലും ഒക്കെ വലിയ അനുഭവമുള്ള മനുഷ്യരാണ്, അതിൻ്റെ വ്യക്തിത്വങ്ങളാണ് ഇവിടെ. സദസ്സിൻ്റെ കാര്യത്തിൻ്റെ എന്നതുപോലെ തന്നെ വേദിയെ പോലെ തന്നെ ഈ സദസ്സിൽ ഇരിക്കുന്ന പലരും ഇതേപോലെ വലിയ ജീവിതാനുഭവങ്ങളുള്ളവരും വലിയ നിലയ്ക്ക് സംഭാവനകളുള്ളവരുമാണ്. എന്താണെങ്കിലും ആ നിലയ്ക്കുള്ള എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ ജനാധിപത്യ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. ഈ പ്രകാശനം, പുസ്തക പ്രകാശനം, അത് എടവണക്കാട് എന്ന പ്രദേശത്ത് വെച്ച് ആയത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ എടുത്തു പറയുക, ഇതിന് ഏറ്റവും യോഗ്യം ഒരുപക്ഷെ ഇതല്ലായിരുന്നുവെങ്കിൽ മറ്റെവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമായിരുന്നു എന്നതാണ്. അങ്ങനെ കൂടി ഒരു പ്രത്യേകത ഇന്നത്തെ ഈ ചടങ്ങിനുണ്ട്, നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കുണ്ട്. കാരണം ഈ പറഞ്ഞ നമ്മുടെ ഈ പ്രഭാകരന്റെ അംബേദ്കറൈറ്റ് മുസ്ലിം എന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം, ആ ഉള്ളടക്കം മുന്നോട്ട് വെക്കുന്ന വലിയ വ്യത്യസ്തമായ വിചാരങ്ങൾ, വിഭിന്നമായ വിചാരങ്ങളുണ്ട്. ആ ഓരോ വിചാരങ്ങളെയും വിചാരധാരകളെയും പ്രതിനിധീകരിക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ദലിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ, ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ എല്ലാം വലിയ സാഹോദര്യത്തിൻ്റെതായ ഒരു മണ്ണാണ് എടവണക്കാടിൻ്റെ. കേരളത്തിലെ ഈ ദലിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലും സമ്പന്നമായ സമ്പന്നമായ ഓർമ്മകൾ നിൽക്കുന്ന ഒരു പ്രദേശമാണ് എടവണക്കാട്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ സംഘടനാപരമായ വികാസത്തിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ദലിത് ആക്ടിവിസ്റ്റ് എന്ന നിലയിലൊക്കെയുള്ള വളർച്ചയും വളരെയധികം പ്രോത്സാഹനവും പിന്തുണയും നൽകിയ ഒരു മണ്ണും കൂടിയാണിത്. അവിടെ തന്നെയാണ് പ്രഭാകരൻ അവസാനമായി അദ്ദേഹം ജീവിക്കാൻ തിരഞ്ഞെടുത്ത പ്രദേശവും എന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ദലിത് മുസ്ലിം സൗഹൃദമൊക്കെ പറയുമ്പോൾ അത്തരം സൗഹൃദങ്ങൾ പലപ്പോഴും വേദിയിൽ മാത്രമായി സംവാദങ്ങളായി നിൽക്കുക, അത് പലപ്പോഴും ഡിസ്കോഴ്സുകളായി നിൽക്കുക, വ്യവഹാരങ്ങളായി നിൽക്കുക എന്നതായിരുന്നു അനുഭവം. പക്ഷെ ഇടവണക്കാട് വന്നപ്പോഴാണ് അത് വ്യവഹാരത്തിനപ്പുറത്തേക്ക് ഈ ബന്ധം ഭവനങ്ങളിലേക്ക് ചെന്നത്. മകന്റെ ബാപ്പയുമായിട്ടൊക്കെയുള്ള ബന്ധം അങ്ങനെ ആ വീട്ടിലൊരു അംഗത്തെ പോലെ. സൗദ്, ഇലിയാസ് ഇതുപോലെയുള്ള ഇവിടെ വരുമ്പോൾ ആ ബന്ധങ്ങൾ തെരുവിലും വേദികളിലും മാത്രമല്ല, അത് വീടുകളുടെ ഉള്ളറങ്ങളിലേക്ക് ചെല്ലുകയും അവിടെയുള്ളവരൊക്കെ ഈ ആശയത്തെ സ്നേഹിക്കുന്നവരായി, നമ്മളോട് ആ നിലയ്ക്ക് വലിയ പിന്തുണ നൽകുന്നവരായി അനുഭവപ്പെടുകയും ചെയ്ത സംഭവമുണ്ട്. തീർച്ചയായും ആ നിലയ്ക്ക് ഈ പ്രദേശം തന്നെ അത്തരൊരു വലിയ ചടങ്ങിന് തിരഞ്ഞെടുത്തതിന് സംഘാടകരെ ഞാൻ ആ നിലയ്ക്ക് അഭിനന്ദിക്കുന്നു. പ്രഭാകരന്റെ ജീവിതത്തെ എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത്
എത്രത്തോളമാണ് പറയേണ്ടത് എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്രത്തോളം വലിയ ആത്മബന്ധവും അതേപോലെ ഈ ദളിത് മേഖലയിൽ, ദളിത് പ്രവർത്തന മേഖലയിൽ, സാഹിത്യ മേഖലയിൽ എൻ്റെ തുടക്കം, അതിൻ്റെ പിച്ച വെക്കുന്ന കാലം അത് പ്രഭാകരനുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൊതുവെ പറയുമ്പോൾ പ്രഭാകരേട്ടൻ്റെ ഭാഷയെ സംബന്ധിച്ച് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അത് പ്രകോപനപരമായ ഭാഷയാണ്, വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള ലാംഗ്വേജാണ്. ഈ പ്രൊവോക്കേഷനെ കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ പ്രൊവോക്കേറ്റീവായി പോകുന്നു, ഇത് ആരോപണം ഡോക്ടർ അംബേദ്കറെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പൊതുവെ ഇന്ത്യയിലെ ഈ വരേണ്യ വർഗങ്ങൾ അല്ലെങ്കിൽ വരേണ്യ സമൂഹം വിശേഷിപ്പിച്ചത് വളരെയധികം ഹേട്രഡ് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ്, വിരോധം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതിന് അദ്ദേഹത്തിന്റെ വാല്യം 5 ആദ്യ ഭാഗത്ത് ബാബാ സാഹേബ് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഐ കൺസിഡർ മൈ ഫീലിംഗ് ഓഫ് ഹേട്രഡ് ആസ് എ റിയൽ ഫോഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഈ വിദ്വേഷ വികാരത്തെ ഞാനൊരു കരുത്തായിട്ടാണ് കരുതുന്നത് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ആരോടെങ്കിലുള്ള വിരോധത്തിന്റെ പ്രശ്നമല്ല, നേരെ മറിച്ച് ഞാൻ അധമ്യമായി സ്നേഹിക്കുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെട്ട മനുഷ്യരോടുള്ള അധമ്യമായ എൻ്റെ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണമാണ് ഞാൻ പ്രകടിപ്പിച്ചു പോകുന്ന വിദ്വേഷം. അതുകൊണ്ട് ഒരു വ്യവസ്ഥക്കെതിരെ മാറ്റം പ്രതീക്ഷിക്കുന്ന ഒരു കലാപകാരി പ്രകടിപ്പിക്കുന്ന പ്രകോപനം അയാളുടെ മനസ്സിൽ നിന്നും ആർക്കെങ്കിലും എതിരെ ഉണ്ടാകുന്ന ഒരു പ്രകോപനമല്ല. പകരം അയാൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, ആ മാറ്റം പ്രതികരിക്കുന്ന, ആ മാറ്റം കൊണ്ട് വിമോചനം ലഭിക്കേണ്ട വലിയ മർദ്ദിതരായ, പീഡിതരായ, നിന്ദിതരായ ജനസമൂഹത്തോടുള്ള ഐക്യദാർഢ്യമാണ്, ഐഡന്റിഫിക്കേഷനാണ്, അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് സ്വാഭാവികമായി അവരെ അടിച്ചമർത്തുന്ന മർദ്ദകരോടുള്ള വിരോധമായി പരിണമിക്കുന്നത്. കെ വീരമണി എന്ന തമിഴ്നാട്ടിലെ പ്രശസ്തനായ രാഷ്ട്രീയ പ്രവർത്തകൻ, വിപ്ലവകാരിയാണ്, പെരിയാറിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആന്റി ബ്രാഹ്മണിക്കലാണ്. ഐ എം ആന്റി ബ്രാഹ്മണിക്കൽ. എന്തുകൊണ്ടാണ് ഞാൻ ആന്റി ബ്രാഹ്മണിക്കലായി പോകുന്നത്? ബിക്കോസ് ഐ എം പ്രോ ഹ്യൂമൻ. ഞാൻ മനുഷ്യസ്നേഹി ആയതുകൊണ്ട് എനിക്ക് ബ്രാഹ്മണ വിരുദ്ധനാകാതിരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഈ രാജ്യത്തെ മാനവീയതയെ സ്നേഹിക്കുന്നുണ്ടോ? സ്വാഭാവികമായും മാനവീയതയുടെ ജനാധിപത്യ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ബ്രാഹ്മണ്യത്തെ വെറുക്കേണ്ടി വരും. പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നത് പോലെ കോഴിക്കോടിന്റെ തെരുവോരങ്ങളിലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1985 കോഴിക്കോട് ടൗൺ ഹാളിൽ കേരള യുക്തിവാദി സമ്മേളനത്തിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയം, ആ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രഭാകരൻ വിശദീകരിക്കുന്നത് പോലെ വന്നത് VT രാജശേഖരൻ. അദ്ദേഹം അന്ന് കർണാടക നാഷണലിസ്റ്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്, നേതാവാണ്. VTR വരുന്നു. ഈ VTR വരുന്ന സാഹചര്യത്തിൽ അന്ന് ഞാൻ പഠിക്കുന്നത് വടകരയാണ്. വടകരയില് യൂണിയൻ ടെക്നിക്കൽ സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നത്. 1986 ആയപ്പോഴാണ് പ്രഭാകരൻ പരാമർശിക്കുന്ന കോഴിക്കോട് റീജിയൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞാൻ എത്തുന്നത്. അതിന് മുമ്പ് വടകരയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബുക്ക് സ്റ്റാളുകളിൽ പോയി ഇങ്ങനെ നോക്കി നടക്കുക എന്നൊരു ശീലമാണ്. അങ്ങനെ വടകരയിലെ ബസ് സ്റ്റാൻഡിലെ, നാരായണനഗരം ബസ് സ്റ്റാൻഡിലെ ബുക്ക് സ്റ്റാളിൽ അത്ര ആകർഷകമല്ലാത്തൊരു പുസ്തകം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പല പുസ്തകങ്ങളെ കൊണ്ട് വെളുത്ത ന്യൂസ് പ്രിന്റിലുള്ള ഒരു പുസ്തകമാണ് ദലിത് വോയിസ്. അത് എന്നെ കുറിച്ചാണ് പറയുന്നത്. ആ വാക്കുകളൊക്കെ ആണ് എനിക്ക് പരിചയപ്പെട്ടിരിക്കുന്ന ഒരു കാലം ദലിത് വോയിസ് ആണ്. അന്നൊരു പിന്നെ ₹1, ദലിത് വോയിസിന് പ്രൈസ് ഉള്ള കാലമാണ്. അപ്പോ അത് വാങ്ങും, യുക്തിവാദി വാങ്ങും, അതേപോലുള്ള യുക്തിവാദ പിന്നെ ഉണ്ണി കക്കനാടിന്റെ പുസ്തകമൊക്കെ ഇങ്ങനെ വാങ്ങുന്ന ഒരു കാലമാണ്. ആ കൂട്ടത്തിൽ ഇതും വാങ്ങും. കാരണം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഞാനിങ്ങനെയായി? എന്നെപ്പോലുള്ളവർ എന്തുകൊണ്ട് ഈ രൂപത്തിൽ അവഗണിക്കപ്പെടുന്നു, അടിച്ചമർത്തപ്പെടുന്നു? ഇതിന്റെ കാരണങ്ങൾ തേടിയുള്ള യാത്രയാണ്. അങ്ങനെയുള്ള നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചില സാമൂഹ്യമായ സമസ്യകളുടെ ഉത്തരങ്ങൾ അങ്ങനെയായി ഈ പുസ്തകങ്ങളിൽ കാണാനാണ്, നമ്മളെ ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ കാണുകയാണ്. അന്നത്തെ ഭാഷാ പ്രാവീണ്യം വെച്ചുകൊണ്ട് ഈ ദലിത് വോയിസും മേടിച്ച് കൊണ്ടുപോയി വായിച്ചാൽ മുഴുവൻ മനസ്സിലാവുകയില്ല. പക്ഷേ അതിന്റെ വാക്കുകൾ എന്നെ കുറിച്ചാണ്, അംബേദ്കറാണ്, ദലിതാണ്, ബ്രാഹ്മണിസമാണ്, അണ്ടച്ചബിലിറ്റിയാണ്, ഇങ്ങനെയാണ്. അങ്ങനെ വീണ്ടും 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 ഒരുപക്ഷെ ഇംഗ്ലീഷിൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റൊക്കെ മാറുകയും അല്ലാതെ തന്നെ ഇന്ത്യയിലെ നാഡോ പോലുള്ള നാഷണൽ അലയൻസ് ഓഫ് ദലിത് ഓർഗനൈസേഷൻ പോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ദലിത് ബഹുജൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പോളിസി ആണെങ്കിലും ഐഡിയോളജി ആണെങ്കിലും ഒക്കെ ഇന്ന് പറയേണ്ട ഒരു സന്ദർഭങ്ങളിൽ അല്പം പോലും അറയ്ക്കാതെ പറയാനുള്ള കരുത്ത് കിട്ടിയത്
ആ ദളിത് വോയിസ് വായനയിലൂടെയാണ്. അങ്ങനെ ദളിത് വോയിസ് വായിച്ചിട്ട് ആദ്യം ഞാൻ ചെല്ലുന്നത് വടകരയിൽ ഇത് കൊണ്ടുവിടുന്ന ആളെ തിരക്കിയാണ്. അങ്ങനെയാണ് ആ മണിയൂർ റോഡിൽ വടകരയിൽ ഗോപിനാഥിന്റെ വീട്ടിലെത്തുന്നത്. പുസ്തകത്തിൽ പറയുന്നുണ്ട് ഗോപിനാഥ് ഗോപിനാഥ്. ആ ഗോപിനാഥിന്റെ വീട്ടിലെ ലൈബ്രറി ഞാൻ വലിയ സമ്പന്നമായ മേപ്പയിൽ ഗോപിനാഥ് വലിയൊരു ലൈബ്രറിയാണ്. ഒരു പക്ഷെ അതിനു മുമ്പ് ഡോക്ടർ അംബേദ്കറെ കുറിച്ച് അധികമൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് വായിച്ചിട്ടില്ല. നമുക്ക് ചിത്രം പരിചയമുണ്ട്, പക്ഷേ ഗ്രന്ഥങ്ങൾ അപരിചിതമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമ്പോഴാണ് വലിയൊരു ഗ്രന്ഥശേഖരം. മഹാരാഷ്ട്ര ഗവൺമെന്റ് പുസ്തകം ഇറക്കിയിട്ടില്ല. അന്ന് ഡോക്ടർ അംബേദ്കറുടെ ഗ്രന്ഥങ്ങൾ കൃതികൾ വായിക്കണമെങ്കിൽ ദസ്മേറ്റ് അംബേദ്കർ എന്ന് പറഞ്ഞിട്ട് ഭഗവൻദാസ്, സുപ്രീം കോടതി വക്കീലായിരുന്ന ഭഗവൻദാസ് ഇറക്കിയ പുസ്തകങ്ങളാണ്. അതായിരുന്നു അന്ന് ഗോപിനാഥിന്റെ വീട്ടിലുണ്ടായിരുന്നത്. പിന്നീട് പ്രഭാകരന്റെ വീട്ടിൽ ഞാൻ കാണുന്നത്. ഗോപിനാഥന്റെ വീട്ടിൽ ചെന്ന് ഗോപിനാഥ് മേപ്പയുടെ വീട്ടിൽ ചെല്ലുന്നു, അദ്ദേഹവുമായി സംസാരിക്കുന്നു. അപ്പോൾ പിന്നെ പ്രഭാകരനെ കുറിച്ച് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് അദ്ദേഹം REC വരുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് നഗരത്തിൽ വെച്ച് കണ്ടു. ഈ യുക്തിവാദ സമ്മേളനത്തിന്റെ ആ സംഘാടക സന്ദർഭത്തിൽ അന്ന് ഞാനും യുക്തിവാദ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാനായില്ല, മെമ്പറായില്ല. പക്ഷേ സ്വാഭാവികമായി ജാതിയുടെ പേരിൽ ബാല്യകാലം മുതൽ അടിച്ചമർത്തലുകളും വേദനകളും അനുഭവിക്കുന്ന എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് ആർക്കും പിന്നെ ചെന്നു നിൽക്കാൻ പറ്റുക ഈ ജാതിയെയും അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രസ്ഥാനം എന്ന നിലയിൽ അത്തരം പ്രസ്ഥാനത്തോടൊപ്പമാണ് അന്ന്. അപ്പൊ അതുകൊണ്ട് CH കണാറിന്റെ മകനുമൊക്കെ ശശിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് അത്തരം പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ പറയാൻ വരുന്നൊരു കാര്യം, കോഴിക്കോട് ടൗൺ ഹാളിൽ ഈ ജില്ലാ സമ്മേളനം നടക്കും. വളരെ ആവേശത്തോടെ ഞാനും ഇപ്പോൾ ഡോക്ടർ അനിൽകുമാർ വടകര കേരള ദളിത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹവും ഇതേപോലെ തന്നെ ഗോപിനാഥ് മേപ്പന്റെയും അതേപോലെ പ്രഭാകരന്റെയും ഒക്കെ തന്നെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരെന്ന് പറയാവുന്ന ആളാണ്. ഞാനും അനിൽകുമാറും കൂടി വടകരയിൽ നിന്ന് ഈ സമ്മേളനം കാണാനെത്തി. ആ സമ്മേളനത്തിൽ VTR അതിഥിയാണ്. VTRന്റെ പ്രസംഗം കേട്ടു. ആ പ്രസംഗം പിന്നീട് പുസ്തക രൂപത്തിൽ റിസൈറ്റ് ഫോർ റവല്യൂഷൻ, വിപ്ലവത്തിൽ ഉൾപ്പെടി എന്ന പേരിൽ മലയാളത്തിൽ അത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ കോപ്പി നമ്മുടെ കയ്യിലൊന്നും ഇല്ല, ഞാൻ നോക്കിയിട്ടത് കാണില്ല. 5 ദിവസം പ്രഭാകരത്തിൽ ചോദിച്ചു തപ്പിയെടുക്കാൻ. അപ്പോ ആ പ്രസംഗം 2 കാര്യം എന്നെ അമ്പരപ്പിച്ചു. ഒന്ന്, VTRന്റെ പ്രസംഗം വളരെ ഉജ്ജ്വലമായ ഈ യുക്തിവാദികളോട് തന്നെ അദ്ദേഹം വലിയ സംവാദങ്ങൾ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്താണ് ഒരു ശരിയായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ നിർവഹിക്കേണ്ടത്? ജാതി വ്യവസ്ഥ ചോദ്യം ചെയ്യാതെ ഇന്ത്യൻ സാമൂഹ്യ ഘടന, ആ സാമൂഹ്യ ഘടനയെ വിശദീകരിക്കാതെ, ആ സാമൂഹ്യ ഘടനയുടെ പ്രധാനപ്പെട്ട പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക? എങ്ങനെയാണ് സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുക? അത് ശക്തമായി VTR ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗമാണ്. ആ VTRന്റെ തൊട്ട് പിന്നാലെ ആ വേദിയിൽ ഞാൻ നോക്കുമ്പോൾ വൃദ്ധനായ ഒരു കറുത്ത മനുഷ്യന്, എന്റെ കളറുള്ള ഒരു മനുഷ്യൻ, വളരെ പ്രായമുള്ള ഒരാളാണ്. അപ്പൊ എന്റെ മനസ്സിൽ ചോദ്യം, ഇയാളാരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. പ്രായമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ വളരെ ക്ഷോഭജനകമായ മുഖമാണ്, ദേഷ്യപ്പെട്ടിരിക്കുന്നു, ഇടയ്ക്ക് ഇങ്ങനെ പല്ല് കടിക്കുന്നത് കാണാം. അപ്പൊ ഞാൻ അന്തിച്ചിരിക്കുകയാണ്, ഇദ്ദേഹം ഇത് ആരാണ്, ഇത് നമ്മുടെ ഒരാളാണല്ലോ, ഇദ്ദേഹം എന്ന് പറയും. അങ്ങനെ ഞാനിങ്ങനെ കേട്ടിരിക്കുന്നു. അപ്പം മതേതരത്വത്തെ കുറിച്ചുള്ള സായാഹ്നത്തിലെ സംവാദ വേദിയാണ് യുക്തിവാദ സമ്മേളനത്തിൽ. അദ്ദേഹം സെക്യുലറിസത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈ മനുഷ്യൻ, പ്രായമുള്ള മനുഷ്യൻ, ഒരു 10, 70, 80 വയസ്സോ പ്രായമാണ്. പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ സദസ്സ് മുഴുവൻ സ്തംഭിച്ചു പോയി. വളരെ ക്ലാസിക്കലായിട്ടുള്ള ഇംഗ്ലീഷ്. എന്താണ് സെക്കുലർ? സെക്കുലർ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടിയ പുസ്തകങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷത, മതേതരത്വം പോലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് തോമസ് ചാപ്പേഴ്സിനെയും അങ്ങനെയുള്ള ലോകോത്തര ചിന്തകന്മാരെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ മനുഷ്യൻ അമ്മാനമാടുകയാണ്. അംബേദ്കറെ വോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് TK നാരായണൻ. ഡൽഹി സെൻട്രൽ സെക്രട്ടറിയിൽ അംബേദ്കറോടൊപ്പം അന്ന് അക്കാലത്ത് ജോലി ചെയ്യുകയും ബാബാ സാഹേബിനെ നേരിട്ട് കാണുകയും ചെയ്ത മനുഷ്യനാണ് അദ്ദേഹമാണ്. ഈ വളരെ അപ്പൊ എനിക്ക് വലിയ ആവേശം തോന്നി. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ ആവേശം തോന്നിയിട്ട് ഈ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. പ്രഭാകരനുണ്ട്, VTR ഉണ്ട്, നാരായണൻ അമ്മാവൻ തന്നെ പിൽക്കാലത്ത് വിളിച്ച് നാരായണൻ അമ്മാവനുണ്ട്. ഞാൻ ഓടിച്ചെന്ന് കൈ കൊടുത്തു. അപ്പൊ ഈ സാറിന് കൈ കൊടുത്തു. അവിടെ VTR ഉണ്ട്. 2 പേരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റുഡൻറ്റ്, ഞാനിങ്ങനെ വിദ്യാർത്ഥിയാണ്, ഈ സമ്മേളനത്തിന് വടകരയിൽ നിന്ന് വന്നതാണ്, അങ്ങനെ ദലിത് എന്ന് വളരെ പറയുക. അപ്പം എന്നോട് VTR ചോദിച്ചൊരു ചോദ്യമാണ്, ഡിഡ് യു റീഡ് അംബേദ്കർ? നീ അംബേദ്കർ വായിച്ചിട്ടുണ്ടോ? എന്ത് പുസ്തകമാണ് വായിച്ചതെന്ന് ആദ്യം ചോദിച്ചു. എന്ത് തരം പുസ്തകങ്ങൾ വായിക്കുന്നത്? ഞാൻ പറഞ്ഞു, ബെർട്രാൻഡ് റസ്സലിന്റെ വായനോട്ടെ ക്രിസ്ത്യൻ വായിച്ചിരിക്കുന്നു, പോൾ ബെയ്സെ ഷെല്ലിയുടെ നെസൻറ്റിയോ വ്യത്യസ്തം വായിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ബുക്കുകൾ വായിച്ചിരിക്കുമ്പോൾ പുള്ളി വിളിച്ചിട്ട് നീ അംബേദ്കർ വായിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയാൻ അധികം വായിച്ച ചരിത്രം ഓർമ്മയില്ല, സ്തംഭിച്ചു പോയി. എന്നിട്ട് എന്നോട് ആത്മശക്തിയോടെ പറയുകയാണ്, ഗോ ആൻഡ് റീഡ് അംബേദ്കർ. ഇത് തന്നെ
ഇദ്ദേഹവും ടിക്കനാണ് സാറിനെ പോയി കണ്ട് പരിചയപ്പെട്ട പറഞ്ഞ് അംബേദ്കർ വായിക്കും, വേറെ ലോകമൊന്നും വായിച്ചിട്ട് കാര്യമില്ല. എന്തുവായാലും ആ ഉണ്ടാക്കിയ നൊമ്പരത്തിൽ നിന്നുമാണ് തീവ്രമായി ബാബാ സാഹേബ് അംബേദ്കറെ വായിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അത് എത്രത്തോളം എത്തി എന്ന് പറഞ്ഞാൽ, പ്രഭാകരേട്ടൻ്റെ വീട്ടിൽ ചിന്തവളപ്പ് ലൈനിലാണ്, കോഴിക്കോട് വളയത്ത് പുറത്ത് ചിന്തവളപ്പ് ലൈനിൽ പോലീസ് ക്വാർട്ടേഴ്സിലാണ് പ്രഭാകരേട്ടൻ താമസം, ചേച്ചിയും 2 മക്കളും. ആ കുഞ്ഞുങ്ങളോട് വലിയ പാതകമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ കുഞ്ഞുങ്ങളുടെ ബാല്യത്തിൽ അവരെ കളിപ്പിക്കാനൊക്കെ ഉള്ള സമയം ഒരുപാട് അപകരിച്ചിട്ടാണ് വൈകുന്നേരം ആലീസിന്ന് വണ്ടി കയറി ഞാൻ ഒരു 4 മണി 5 മണിയെ പ്രഭാകരേട്ടൻ ഇങ്ങനെ പുസ്തകമൊക്കെ തൂക്കി, അദ്ദേഹത്തിന് ഒരു വയസ്സോട് സഞ്ചി ഉണ്ടാവും, അതിനകത്ത് ഇതിൽ സാഹിത്യങ്ങളുണ്ടാവും, ഇങ്ങനെ നടക്കാൻ പോകും. അത് കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ പിടികൂടും, എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലും. വീട്ടിലിരുന്ന് ചോദ്യങ്ങളാണ്, കാരണം അന്ന് നമുക്കുള്ളതെല്ലാം ചോദ്യങ്ങളാണ്. ഉത്തരങ്ങളൊന്നും കിട്ടാനില്ലല്ലോ, കിട്ടുന്ന പുസ്തകങ്ങളൊന്നും ഉത്തരമില്ല. അപ്പൊ ഒന്ന് അദ്ദേഹം എൻ്റെ ഉള്ളിലെ എന്നെപ്പോലുള്ള മനുഷ്യരുടെ അന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സിലെ വലിയ വിഗ്രഹങ്ങളൊക്കെ ഉടച്ചു കളഞ്ഞ ഒരാളാണ് പ്രഭാകരേട്ടൻ. EMS വലിയ വിഗ്രഹമായിരുന്നു. എത്ര ശക്തമായിട്ടാണ് EMS എന്ന് പറയുന്ന കപട വിഗ്രഹത്തെ ഇദ്ദേഹം ഒട്ടച്ച് ഭദ്രമാക്കി കളഞ്ഞു, അതിനെ തകർത്ത് കളഞ്ഞു. എന്റെ മനസ്സിൽ ഇത്രേ ഉള്ളൂ. ഇളംകുളം മനക്കലെ ശങ്കരൻ ചെയ്തതെന്തൊക്കെയാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പ്രശ്നം. ഗാന്ധി മറ്റൊരു വിഗ്രഹമായിരുന്നു. ഗാന്ധിയെപ്പോലുള്ള വലിയ വിഗ്രഹങ്ങളെല്ലാം പ്രഭാകരേട്ടന്റെ അംബേദ്കറെ കോട്ടി കോൺഗ്രസും ഗാന്ധി അൺടച്ചബിൾസ്. ഇന്ത്യയിലെ ദലിത് കോൺഗ്രസും ഗാന്ധിയും അയിത്തക്കാർക്ക് വേണ്ടിയല്ല, അയിത്തക്കാരോട് എന്ത് ചെയ്തു എന്നുള്ള പുസ്തകം അതെടുത്തു വെച്ച് പറഞ്ഞു തന്നു. അങ്ങനെ ഗാന്ധി എന്ന വിഗ്രഹം മുടങ്ങി. പിന്നീട് ഹൈന്ദവത, ബ്രാഹ്മണിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, സാംസ്കാരിക നായകന്മാർ, മനുഷ്യാവകാശം, പരിസ്ഥിതി, ഇക്കോളജി, ഇതിന്റെ ഒക്കെ പേരിൽ ഈ സവർണത എങ്ങനെയെല്ലാമാണ് നമ്മളെ കബളിപ്പിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ബോധ്യപ്പെടുകയാണ്. അദ്ദേഹം ഓരോന്ന് ഉത്തരം പറഞ്ഞ് തുടങ്ങും. ഞാൻ കേട്ടുകൊണ്ടിരിക്കും. പ്രഭാകരേട്ടൻ പറയുകയും ഞാൻ കേൾക്കുകയും. സമയം പോകുന്നത് അറിയില്ല. ആലീസിലേക്ക് മുക്കത്തേക്കുള്ള അവസാനത്തെ വണ്ടിയും വിക്കടിഞ്ഞിരിക്കും. പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, നടന്നു പോകാൻ പറ്റുമോ? അപ്പൊ എന്നോട് പറയും, അല്ല കുഴപ്പമില്ല, നമുക്കിവിടെ കിടക്കാം. അത് പിന്നെ പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വെത്ത ഷീറ്റ് എടുത്ത് അവിടെ പുസ്തകത്തിന്റെ ഇടയിൽ വിരിച്ചു തരും. അവിടെ ഞാൻ കിടക്കും. അതിനു മുമ്പ് ചേച്ചി കഞ്ഞി ഉണ്ടാക്കി, കഞ്ഞിയും വാഴത്തേക്ക് അരിഞ്ഞ് കഞ്ഞിയും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ എത്ര ദിനരാത്രങ്ങൾ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാഭാവികമായ ഒരു ദലിത് പോരാട്ടത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അംബേദ്കറൈറ്റ് പോരാട്ടത്തിന് വേണ്ടിയുള്ള സത്യത്തിലൊരു ആയുധങ്ങളെ ശേഖരിച്ച, ആശയങ്ങളെ ശേഖരിച്ച, പെർസ്പെക്റ്റീവുകളെ സമാഹരിച്ച ഒരു കാലമാണ്. പ്രിയമുള്ളത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, നമുക്ക് സമയക്കുറവുണ്ട്. ഒരു കാര്യം ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്, ഇന്ത്യയിലെ പ്രശസ്തരായ വി എം താർക്കുന്റെ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ഈ മനുഷ്യാവകാശ വക്താക്കൾ, ഹ്യൂമൻ റൈറ്റ്സ് ചാമ്പ്യൻസ് എല്ലാവരും തൃശ്ശൂരിൽ വരുന്നു. ഒരു വലിയ സമ്മേളനമാണ്, ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ആ സമ്മേളനത്തിൽ പ്രഭാകരേട്ടന്റെ ലീഡർഷിപ്പിൽ ഞങ്ങളെല്ലാവരും കൂടി പോകുന്ന ഒരു രംഗമുണ്ട്. കാരണം ചോദ്യം ചെയ്യണം, ജാതിയെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുക? ആ ഉത്തരം പറയണം. ഇവരാരും ബ്രാഹ്മണിസത്തെ വിമർശിക്കുന്നില്ല, ഇവരാരും ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യാവകാശം? മനുഷ്യനാവുന്നത് എങ്ങനെ? മനുഷ്യത്വത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ജാതി എന്ന് പറയുന്നത്. ദളിതനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാണെങ്കിലാണല്ലോ മനുഷ്യാവകാശം. ദളിതൻ മനുഷ്യനല്ല, അവന്റെ മനുഷ്യത്വം പോലും അംഗീകരിക്കാത്തൊരു വ്യവസ്ഥയ്ക്കകത്ത് ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് അവർ പറയുന്നത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാവേലിക്കലിൽ നിന്ന് ഒരു സംഘം KDP പ്രവർത്തകർ, സോമറ്റി ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന സോമറ്റി ഉൾപ്പെടെയുള്ളവരുണ്ട്, ഞങ്ങൾ ട്രെയിൻ കയറി വരുന്നു. ഞങ്ങൾ ആ സമ്മേളനം അടക്കോലപ്പെടുത്തും. അത് ആ പ്രഭാകരത്തിന്റെ പഴയ പ്രൊവക്കേറ്റീവ് ആണ്. ആ പ്രൊവക്കേഷൻ എന്തുകൊണ്ട് ചെയ്തു പോകുന്നവർക്ക് ഒരിക്കൽ മറ്റൊരിക്കലും അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, I want to make a revolution in the mentality of the caste Hindus. ഇത്തരം കടന്നാക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് അംബേദ്കർ പറയുന്നത്, ജാതി ഹിന്ദുവിന്റെ മനസ്സിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് പരിവർത്തനം ഉണ്ടാവുന്നത്? അവനൊരു നൊമ്പരം ഉണ്ടാകുമ്പോഴാണ് അവൻ ചെയ്യുന്ന അനീതികൾക്കെതിരെ ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാവുക. That is the justification for the provocation. ഇതാണ് കാര്യം. അപ്പൊ ആ നിലയ്ക്ക് സത്യത്തിൽ പിന്നീട് മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുമ്പോൾ ദരിദ്രരെയും അതേപോലുള്ള ഭാഷോത്പതരായ സമൂഹങ്ങളെ കുറിച്ച് പറയേണ്ട നിർബന്ധാവസ്ഥയിലേക്ക് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവത്തെയും അതിന്റെ രീതിശാസ്ത്രത്തെയും മാറ്റാൻ അത് കാരണമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്താണെങ്കിലും പ്രഭാകരേട്ടന്റെ ഈ പുസ്തകം ഒരു കാലഘട്ടത്തിൽ കേരള ചരിത്രത്തിലെ, അല്ലെങ്കിൽ കേരളത്തിലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു ദലിത് പ്രസ്ഥാനത്തിന്റെ, ഒരു ദളിത് മുന്നേറ്റത്തിന്റെ, ഒരു അംബേദ്കറൈറ്റ് പ്രസ്ഥാന മുന്നേറ്റത്തിന്റെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. രണ്ട്, ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് വികസിച്ചു വന്ന ഇതിനൊരു ലാംഗ്വേജ്, പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഈ ഹൈന്ദവ ബ്രാഹ്മണിക്കൽ സാഹിത്യങ്ങളിൽ നിന്നോ
ഈ സവർണ സാംസ്കാരിക നായന്മാര് എഴുതി വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു ഭാഷ വികസിപ്പിക്കാൻ പറ്റുക? ഈ ബ്രാഹ്മണത്തെ ചോദ്യം ചെയ്യുന്നത് രൂപണത്തിന്റെ, വിമർശനത്തിന്റെ, പരിഷ്കരണത്തിന്റെ, പരിവർത്തനത്തിന്റെ ഒരു ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വരേണ്യ ഭാഷയാണ്. ഈ വരേണ്യ ഭാഷയ്ക്കപ്പുറം പുതിയ ഒരു ലാംഗ്വേജ്, ഒരു ദളിത് ലാംഗ്വേജ്, ആ ഭാഷയ്ക്ക് ഒരു പുതിയ വ്യാകരണം, വിപ്ലവത്തിൻ്റെതായ ഒരു പുതിയ സാമൂഹ്യ പരിവർത്തനത്തിന്റെ രീതിശാസ്ത്രത്തെയും അതിന്റെ വ്യാകരണത്തെയും നിർമ്മിച്ചെടുത്തുകൊണ്ടാണ് ദളിത് പ്രസ്ഥാനം കേരളത്തിൽ വികസിച്ചു വന്നത്, ഇന്ത്യയിൽ വികസിച്ചു വന്നത്. അതിന് വലിയ സംഭാവനയാണ് VT രാജശേഖർ നൽകിയത്. ശരിക്കും പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ അംബേദ്കർ എന്നൊക്കെ പറയുന്നത് വെറും ഒരു എന്താ പറയുക, ഒരു നേതാവ്, അധസ്ഥിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി നന്മകൾ ചെയ്ത ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അസ്തമിച്ചു പോകുമായിരുന്നു ഇന്ത്യയിലെ ഈ ദളിത് മുന്നേറ്റം. പക്ഷെ അത് അംബേദ്കറുടെ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഡോക്ടർ അംബേദ്കറുടെ ആശയമണ്ഡലത്തെ, അദ്ദേഹത്തിന്റെ ആശയ പ്രപഞ്ചത്തെ അത് വികസിപ്പിക്കുകയും ആ ആശയ പ്രപഞ്ചത്തോടൊപ്പം ഇന്ത്യ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടവരും പിൽക്കാലത്ത് അവരിൽ നിന്ന് വിമോചനാർത്ഥം ഇതര മതങ്ങളിലേക്ക് സ്വാംശീകരിച്ച് വ്യത്യസ്തങ്ങളായ ഐഡന്റിറ്റികളായി മാറിയവരും അവരെല്ലാവരും ഇന്ത്യയുടെ ചരിത്രത്തിൽ പിൽക്കാലത്ത് അനുഭവിച്ച പലതരം നീതി നിഷേധങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം സമൂഹങ്ങളൊക്കെ ആശയപരമായും പ്രയോഗപരമായും സാമൂഹ്യശാസ്ത്രപരമായും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ വ്യവഹാരമായിട്ടും ഒപ്പം ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായിട്ടും ഇന്ത്യയിലെ ദളിത് പ്രസ്ഥാനം വികസിച്ചു വന്ന ആ ഒരു ചരിത്രഘട്ടത്തെ ഈ പുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പ്രതിപാദനങ്ങളെല്ലാം അത്തരത്തിലുള്ള പല ഘട്ടങ്ങളാണ്. ഇതില് ഈ പുസ്തകത്തിന്റെ ഒരു സ്കോപ്പ് ഞാൻ പറയുന്നത്, ഈ പുസ്തകം ഒരുപാട് വ്യക്തികളെ, ഈ ഇതിനകത്ത് പറയുന്ന പല വ്യക്തികളും അതേപോലൊക്കെ തന്നെ പല നിലയ്ക്കും എനിക്ക് ബന്ധപ്പെട്ടവരാണ്. വാസുവേട്ടൻ ഉൾപ്പെടെ, അല്ലെ PK ഉൾപ്പെടെ, വിദ്യാർത്ഥി തുടങ്ങി ഇങ്ങോട്ട് വിശദീകരിക്കുന്ന പലരും. KM റിയാൽ സാഹിബ് മറക്കാനാകാത്ത ഒരാളാണ്. ഒരു കാലത്ത് ഡോക്ടർ അംബേദ്കറെ ആഴത്തിൽ വായിച്ച ഒരേ ഒരു മുസ്ലിം എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇന്നും അത് വായിക്കാൻ തുടങ്ങിയിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, പക്ഷെ അറച്ചു വായിക്കാറുണ്ട്. അംബേദ്കർ എത്രത്തോളം വായിക്കേണ്ടതില്ല. ഗാന്ധിയെ വായിച്ചാലും മാർക്സിനെ വായിച്ചാലും ആരെ വായിച്ചാലും അംബേദ്കർ അത്ര വായിക്കണോ എന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പിന്നെ ഒരു പഴയ തലമുറയ്ക്ക് അത്ര വലിയ ഒന്നുണ്ട്. പക്ഷെ പുതിയ തലമുറ, ഇപ്പൊ നഗാസിനെ പോലുള്ള ആൾക്കാർ, നഗാസ് മാളയെ പോലുള്ള ആൾക്കാർ സ്വാഭാവികമായും ഈ തരത്തിലുള്ള ഐഡിയോളജിക്കൽ എൻഗേജ്മെന്റിന്റെ കാലത്താണ്. എന്തായാലും ആ നിലയ്ക്ക് KM റിയാൽ സാഹിബിനെ മറക്കാൻ പറ്റില്ല. അന്ന് അതിന് തണല് നൽകുന്നു. ദളിത് പ്രസിദ്ധീകരിക്കാനും ദളിത് കൾച്ചർ ഫോറത്തിന്റെ പല പ്രസിദ്ധീകരണങ്ങൾക്കും ആദ്യം പിന്തുണ നൽകിയ വലിയ മനുഷ്യനാണ് KM റിയാൽ സാഹിബ്. ഒരു പിതാവിനെ പോലെ അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലാനുള്ള സ്വാതന്ത്ര്യം എന്നെ പോലുള്ളവർക്ക് തന്നിരുന്നു. അന്ന് കോഴിക്കോട് വീട്ടിൽ ചെന്നാൽ ആഹാരം തന്ന് പിന്നീട് ഈ ദളിത് ആശയങ്ങൾ പ്രചരിപ്പിച്ച് നടന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ട വണ്ടിക്കൂലിയും മറ്റു ചെലവുകളും തന്ന് പ്രോത്സാഹിപ്പിച്ച ഒരാളായിരുന്നു KM റിയാൽ സാഹിബ്. അതേപോലെ തന്നെ സിദ്ദീഖ് ഹസൻ സാഹിബ്. പ്രഭാകരേട്ടൻ ഗോകുൽ പോയതുപോലെയായിരുന്നു ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ വണ്ടി കയറിയിട്ട് പിന്നെ അങ്ങ് അവിടെ നിന്ന് പിന്നെ REC നിൽക്കുന്നിടത്ത് നിന്ന് ചട്ടമംഗലത്ത് നിന്ന് കോവൂരൂർ രാവിലെ സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ വീട്ടിലെത്തും. എന്നിട്ട് അദ്ദേഹത്തോടൊപ്പം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ ഇരിക്കും. ചായ കുടിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വളരെ സരളമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു തർബീയത്തിനിട്ടിയാണെന്ന് സിദ്ദീഖ് ഹസൻ സാഹിബ്. ഇങ്ങനെയുള്ള ഒരുപാട് ഈ പുസ്തകം പ്രതിപാദിക്കുന്നവരൊക്കെ ഇതേ കാലഘട്ടത്തിൽ പല നിലയ്ക്കും ഞാനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടവരാണ്. എന്താണെങ്കിലും ഈ പുസ്തകത്തിന്റെ ഞാൻ പറയാൻ വരുന്നത്, ഈ പുസ്തകം ഇങ്ങനൊരു മേഖല, ഒന്ന് അംബേദ്കറിസം എന്ന, അന്നൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ അംബേദ്കർ എന്ന് പറയും, പക്ഷെ അംബേദ്കറിസം അങ്ങനെ ഒരു ഫിലോസഫി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അതിന് ഉത്തരവുണ്ടായി. ആരാണ് ഇന്റലക്ച്വൽ? അന്ന് പ്രഭാകരേട്ടന്റെയോ അല്ലെങ്കിൽ TK നാരായണന്റെയോ ഒക്കെ അടുത്ത് ഇരുന്ന് കേട്ട് പഠിച്ച ഒരാളാണ്. ഖുർആൻ പാരായണം ഉണ്ടല്ലോ, കേട്ട് പഠിച്ച ഖുർആൻ പിന്നീട് വായിച്ചു പഠിക്കുക എന്ന് പറയുന്നത് പോലെ ഒരുപാട് ദാർശനികമായ പ്രശ്നങ്ങളുടെ ഉത്തരങ്ങൾ തേടുമ്പോൾ പുസ്തകം മറിക്കാതെ പിൽക്കാലത്ത് സംവാദ വേദികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒരു 90കളൊക്കെ ആയപ്പോൾ PM ഹാരിസിനോടൊപ്പം ഞാനും ബാബരി മസ്ജിദിന്റെ പ്രസംഗ വേദികളിലാണ് ഞാൻ പ്രഭാഷകരായി മാറുന്നത്. കോഴിക്കോട് മുതലപ്പുറം മൈതാനിയിലൊക്കെ ആയിരങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു. അന്ന് വിഷയം ബാബരി മസ്ജിദാണ്. ആ വിഷയത്തിന്മേലൊക്കെ ഉള്ള വലിയ പ്രസംഗങ്ങൾ, അതിനൊക്കെ ഒരുപാട് പിന്നെ കുറിപ്പടികളും അതിന് വേണ്ട പിന്നെ കാര്യങ്ങളുമെല്ലാം പ്രവാചകനുള്ളവരിൽ നിന്ന് കിട്ടുമായിരുന്നു. എന്നിട്ട് പ്രസംഗിച്ചു തുടങ്ങുന്നു വലിയ വേദികളിലേക്ക്. പിന്നെ സംവാദങ്ങളാകുന്നു. BJPയുടെ ദിനേന്ദ്ര മാഷുമായിട്ടും സമതാനിയൊക്കെയുള്ള വേദികളിൽ ഒരു കാലഘട്ടത്തിലെ നിറഞ്ഞു നിന്ന സംവാദ സദസ്സുകളിൽ വരുന്നു. അപ്പോഴൊക്കെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ രാജു തോമസ് ഒപ്പമായിട്ടാണ് അന്ന് കേരളത്തിലെ വിചാരധാരയുടെ ഡയറക്ടർ P. പരമേശ്വരനെ ഏറ്റുമുട്ടാൻ പോകുന്നത്. P. പരമേശ്വരനുമായിട്ട് സംവാദം. ആ സംവാദത്തിൽ തോറ്റിട്ട് പരമേശ്വരൻ ഇറങ്ങിപ്പോവുക ചെയ്യുന്നത് കോഴിക്കോട് കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് കഴിഞ്ഞ് 3ാമത്തെ മാസം കോഴിക്കോട് വെച്ച് എന്റെ തലയ്ക്ക് RSS തന്നെ വടകര തന്നെ ആക്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഡിബേറ്റുകളിൽ
അത് ശക്തമായി നിൽക്കാനുള്ള ഉൾക്കരുത്ത്, അതിനുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള കരുത്തും കൺവിക്ഷനും തന്നത് BTR പറഞ്ഞതുപോലെ കറേജ് കംസ് ഔട്ട് ഓഫ് കൺവിക്ഷൻ. ബോധ്യങ്ങളിൽ നിന്നാണ് ധൈര്യം വരുന്നത്. രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെ റെനഡേ ഗാന്ധിയൻ ജിന്ന എന്ന പുസ്തകത്തിൽ അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്വാഭാവികമായും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പോരാടുന്നവരുടെ തീഷ്ണതയാണ്, അല്ലെ അവന്റെ ധീരതയാണ് രാഷ്ട്രീയം. ആ ധീരതയുടെ പേരിൽ തന്നെയാണ് മറ്റൊരു രാഷ്ട്രീയം. അപ്പൊ വ്യവസ്ഥക്കെതിരെ ശബ്ദിക്കാനും പ്രതികരിക്കാനും പോരാടാനുമുള്ള ആ ഒരു കറേജാണ്, ധീരതയുടെ മറ്റൊരു പേരാണ് രാഷ്ട്രീയം എന്ന് പൊളിറ്റിക്സിനെ കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു നിരീക്ഷണം അംബേദ്കറുടെ റെനഡേ ഗാന്ധിയൻ ജിന്ന എന്ന പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. എന്താണെങ്കിലും പ്രഭാകരൻ ഈ പുസ്തകം നമുക്ക് നൽകുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സ്കോപ്പ് ഞാൻ പറഞ്ഞു, ഒരു വ്യക്തികളെ പരാമർശിക്കുന്നു, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ പരാമർശിക്കുന്നു. ഈ ഇന്ത്യയിലെ ഓരോ സമൂഹങ്ങളും, പ്രത്യേകിച്ചും ദലിതർ, പിന്നോക്ക വിഭാഗങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അതുപോലുള്ള മറ്റിതര മധ്യതര വിഭാഗങ്ങൾ, ഈ ഓരോ സമൂഹങ്ങളും ഒരു ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി, പൊതുവായ ഇന്ത്യയുടെ ജനാധിപത്യപരമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള അതൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിർവഹിക്കേണ്ടതായ ഇടപെടലുകളുടെയും ഉത്തരവാദിത്തങ്ങളുടെ, സാമൂഹ്യമായ ചരിത്രപരമായ കർത്തവ്യങ്ങളുടെയും സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങളുടെയും ഒരു വലിയ മേഖലയിലേക്ക് ഈ പുസ്തകം വ്യക്തികളെയും സമൂഹങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കണം. ഇത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. എന്താണ് ഇന്ത്യയിലെ ഈ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്? ബ്രാഹ്മണിസത്തിൽ നിന്നോ ബ്രാഹ്മണൻ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഏജൻസികളിൽ നിന്നോ ഒരു സാമൂഹ്യ പരിഷ്കരണം ഇന്ത്യയിൽ അസാധ്യമാണ്. കാരണം അവന് വിപ്ലവകാരിയാകാൻ പറ്റുകയില്ല. അംബേദ്കർ പറയുന്നുണ്ട്, ഒരു പോപ്പിന് വിപ്ലവകാരിയാകാൻ പറ്റുമോ? അതുപോലെ ഒരു ബ്രാഹ്മണന് വിപ്ലവകാരി ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്റലക്ച്വൽ സ്വാഭാവികമായി ലോകത്ത് പരിവർത്തനം വിതയ്ക്കുന്നത് ദൈക്ഷണികമായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവരാണ്. ഈ ദൈക്ഷണികമായ സ്വാതന്ത്ര്യം, ഇന്റലക്ച്വൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലെ സവർണരെ സംബന്ധിച്ചിടത്തോളം, ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതാണ് പ്രഭാകരൻ പറഞ്ഞതും, അല്ലെ BTR പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നോ ഇന്റലക്ച്വൽ ക്ലാസ് ഓഫ് ദ വേൾഡ് ഹാസ് prostituted its intelligence to invent a philosophy to keep its uneducated countrymen in perpetual state of ignorance and poverty as the Brahmins have done in India. അപ്പൊ ഇത്രത്തോളം ഒരു ജനവിഭാഗത്തെ അടിമത്തത്തിലും അന്ധകാരത്തിലും തളച്ചിടാൻ സ്വന്തം ബുദ്ധിയെ തന്നെ വ്യഭിചരിച്ച ബ്രാഹ്മണരെ പോലുള്ള ഒരു വർഗവും ലോകത്തില്ല. They are not intellectuals. അവരെ ഇന്റലക്ച്വൽസ് എന്ന് വിളിക്കരുത്. നിങ്ങൾ ഏത് ബ്രാഹ്മണനെ ഇന്റലക്ച്വൽ എന്ന് വിളിച്ചാലും ബാബാസാഹേബ് അംബേദ്കറുടെ സ്കൂൾ ഓഫ് തോട്ടിൽ വന്ന എന്നെ പോലുള്ളവർ പറയും they are not intellectuals. അംബേദ്കർ തന്നെ പറയുന്നത് there is a world of difference between one who is an intellectual and one who is a learned man. വായിച്ച ആൾക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പക്ഷെ അത് ബുദ്ധിജീവികളല്ല. ഇന്റലക്ച്വൽ ഈസ് ആൻ എമാൻസിപ്പേറ്റഡ് ബീയിങ്. ബുദ്ധിജീവി സ്വയം വിമോചിതനായ മനുഷ്യനാണ്. അവൻ വംശത്തിന്റെ ആളല്ല, അവൻ വർഗത്തിന്റെ ആളല്ല, അവൻ പരിവർത്തനത്തിന്റെ അടയാളമാണ്, പ്രതിനിധിയാണ് സത്യത്തിൽ ഇന്റലക്ച്വൽസ്. ഇന്ത്യയിൽ എന്താ ജാതിക്ക് മാറ്റമില്ലാത്തത്? ബ്രാഹ്മണിസത്തെ മാറ്റമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇന്റലക്ച്വൽസ് ഇല്ല. അതാണ് പ്രശ്നം. ഈ ഇന്റലിജൻസിയ റെപ്രസെന്റ് ചെയ്യേണ്ടവർ ആരാണ്? സ്വാഭാവികമായി ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവർഗ സമൂഹങ്ങളിൽ നിന്ന് ഈ വ്യവസ്ഥക്കെതിരെയുള്ള ഇന്ത്യയുടെ ഈ ജാതി വ്യവസ്ഥയ്ക്ക്, ഈ ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് സ്വാഭാവികമായി നമ്മൾ പ്രയോഗ തലങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാലഘട്ടത്തിൽ ഉയർത്തിയ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, വർഗം എന്നൊക്കെ പറയുന്ന വലിയ സങ്കല്പങ്ങളെ കൂടെ ഉടച്ചു കളയേണ്ടി വന്നു. അത് പിന്നീട് വാസുവായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന ക്ലാസ്? ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ക്ലാസ് എന്താണ്? ആ ക്ലാസ് പെർസ്പെക്റ്റീവിനകത്ത് ജാതി യാഥാർത്ഥ്യങ്ങളുണ്ടോ? ഒരു ചോദ്യം ഗൗരവമായി പ്രസ്ഥാനമാണ് പലരും ചോദിച്ചു. വിദ്യാർത്ഥി പുസ്തകം തന്നെ ക്ലാസ് കാസ്റ്റ് എമർജിംഗ് തേർഡ് ഫോഴ്സ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതിലൊരു പ്രശ്നം, ഈ ക്ലാസ് സ്റ്റഡിനെ കുറിച്ച് എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്? അവർ പറയുന്നു ക്ലാസ് കോൺഷ്യസ്നെസ് പ്രധാനമാണ്. വർഗ വൈരുദ്ധ്യങ്ങൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ വർഗബോധം ആവശ്യമാണ്. ആർക്കാണ് വർഗബോധം ആവശ്യം? മുതലാളിക്ക് മുതലാളിയാണെന്നുള്ള വർഗബോധമല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് തൊഴിലാളിക്ക് ഞങ്ങൾ തൊഴിലാളികളാണെന്ന് പറയുന്ന ഒരു വർഗബോധം ശക്തമാകുമ്പോഴാണ് അത് വൈരുദ്ധ്യം മൂർച്ഛിച്ച് വിപ്ലവത്തിലേക്ക് എത്തി അത് പരിവർത്തനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ലാസ് വൈരുദ്ധ്യങ്ങളെ, ക്ലാസ് കോൺട്രഡിക്ഷനെ ഇല്ലായ്മ ചെയ്യാൻ വർഗബോധത്തെ നിങ്ങൾ ന്യായീകരിക്കുമെങ്കിൽ വർണ്ണവൈരുദ്ധ്യങ്ങളെ ഇല്ലാതാക്കാൻ വർണ്ണബോധത്തെ ന്യായീകരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഏത് ബോധത്തെയാണ് ന്യായീകരിക്കേണ്ടി വരുന്നത്? ഒരു വരേണ്യബോധത്തെ അല്ലല്ലോ. അതാണ് ഇവിടെ പ്രശ്നം. പക്ഷേ വരേണ്യതയ്ക്ക് കീഴിൽ ചവിട്ടിയടിക്കപ്പെടുന്ന അവർണ്ണജനതയുടെ ഒരു സ്വത്വബോധം അത് ശക്തമാണ്. സ്വത്വത്തെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ തള്ളിക്കളയുന്നത്? കാരണം അതൊരു വിപ്ലവപരമായ സ്വത്വമാണ്. ദളിതരുടെ സ്വത്വം എന്ന് പറയുന്നത് ജാതി സ്വത്വമല്ല. അംബേദ്കർ പറയുന്ന ജാതിക്ക് പുറത്തുള്ള ഞങ്ങൾക്ക് എവിടെയാണ് ജാതി? ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ഞങ്ങൾക്ക് എവിടെയാണ് ജാതി? ഇല്ല. അപ്പൊ ജാതിക്ക് പുറത്തുള്ള ഈ മനുഷ്യരുടെ വിപ്ലവപരമായ സ്വത്വബോധത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഒരു
വിപ്ലവം ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു വിപ്ലവം ഉണ്ടായില്ല? ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം തേടേണ്ടതുണ്ട്. മാർക്സിസത്തിന് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്ത്യയിൽ വന്ന ദർശനങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം മറ്റെന്ത് ചെയ്തില്ലേലും വെച്ചു, വീട് വെച്ചു കൊടുത്തില്ലേലും വേണ്ടിയല്ല, നിങ്ങൾ കുടിവെള്ളം കൊടുത്തില്ലേലും വേണ്ടിയല്ല, നിങ്ങൾ എന്ത് ഈ പാലിയേറ്റീവ് കെയർ ചെയ്തില്ലേലും വേണ്ടിയല്ല, നിങ്ങൾ ദർശനങ്ങൾ കൊണ്ടു നടക്കുന്നു എങ്കിൽ നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ അന്ധകാലത്തിലേക്ക് നയിച്ച ജാതി വ്യവസ്ഥയെ തകർക്കാനുള്ള ഒരു അജണ്ട ദർശനങ്ങൾ കൊണ്ടു നടക്കുന്നവർക്കുണ്ടോ? പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടു നടക്കുന്നവർക്കുണ്ടോ? അതില്ല എങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് പ്രത്യയശാസ്ത്രമാണെന്ന് പറയരുത്. അംബേദ്കർ അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം മറ്റൊരു അങ്ങനെ പറയുന്നുണ്ട്. ഫിലോസഫി ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. തത്വചിന്തയുടെ വേരുകൾ മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലാണ്. അതുകൊണ്ട് ഒരു ഫിലോസഫിക്ക്, ഒരു തത്വദർശനത്തിന് അത് പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ കാതലായ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വിപ്ലവപരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് സാമൂഹ്യ രാഷ്ട്രീയ മാറ്റം അംബേദ്കർ ഉറക്കം വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ഏത് ദർശനത്തെയും ഞങ്ങൾ ഒരു ഫിലോസഫി എന്ന് വിളിക്കുക, ഒരു ദർശനം എന്ന് വിളിക്കുക. ഇന്ത്യ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളെ അടിച്ചമർത്തപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യരുടെ വിമോചനത്തെ കുറിച്ച് അത് സംസാരിക്കുമ്പോഴാണ്, അതിന്റെ വിമോചനത്തെ കുറിച്ച്, അതിന്റെ വിമോചനത്തിന് വേണ്ടി അത് 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 പോരാടുമ്പോഴാണ്, അഭിസംബോധന ചെയ്യുമ്പോഴാണ് ആ നിലയ്ക്ക് ഇസ്ലാം അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ത്യക്കകത്ത് ഈ ബ്രാഹ്മണിക്കൽ സാമൂഹ്യ ഘടനയോട് സ്വാഭാവികമായി പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന ചോദ്യം പ്രഭാകരന്റെ പുസ്തകം സംവാദമാക്കുന്നുണ്ട്. ആ സംവാദം നമ്മൾ തള്ളിക്കളയാവുന്നതല്ല. കുറച്ച് നേരത്തെ എൻഗേജ് ചെയ്തിരുന്നു എങ്കിൽ ഇത്രത്തോളം ഒരു സമഗ്രാധിപത്യത്തിന്റെ മുനമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ഐക്യത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമായിരുന്നില്ല. ഇന്ന് ഐക്യം അസാധ്യമാക്കുന്ന രീതിയിലേക്ക് ഭരണകൂടം, അവരുടെ നേർക്കുനേരെ ഭരണകൂടത്തിന്റെ സർവൈലൻസിൽ നമ്മളെല്ലാവരും നിൽക്കുന്ന ഒരു കാലം, വ്യക്തിസ്വാതന്ത്ര്യം ഇല്ലാതായ ഒരു കാലം, ഭരണഘടന അസ്തമിച്ച ഒരു കാലം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ ഇത് 90-കൾക്ക് മുമ്പ് VTR പറഞ്ഞു, 90-കളിൽ പ്രഭാകരൻ പറഞ്ഞു, അത് തിരിച്ചറിഞ്ഞു വാസുദേവൻ. പക്ഷെ ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട മത പ്രബോധന പ്രസ്ഥാനങ്ങൾ ഇരുട്ടിൽ തപ്പി. അവരുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മുസ്ലിം, പിന്നൊന്ന് അമുസ്ലിം. അത്ര ഉള്ളോ? ഈ ഇതിനകത്ത് നമ്മൾ വരില്ലല്ലോ. ഈ മുസ്ലിം, ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന്റെ വേദികളുടെ മുമ്പിൽ പോയി ഞാൻ തിരിച്ചു നടത്തുന്നത്. ഞാൻ രണ്ടിൽ പെടുത്തില്ലല്ലോ. മുസ്ലിമും അല്ല, ഞാനൊട്ട് ഹിന്ദു അല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു ബ്രാഹ്മൺസമാണല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ ഇല്ലല്ലോ. ഹിന്ദു മുസ്ലിം ഡയലോഗ്, അതാണ് പണം മുടക്കി നടത്തിയ ഡയലോഗ് അല്ല. അതുകൊണ്ട് ഈ ബ്രാഹ്മണിക്കൽ ഏജന്റുമാരെ വിളിച്ചിട്ട് അവർക്ക് വർഷത്തിലൊരിക്കൽ ഈ തപ്പഴം കൊടുത്തത് കൊണ്ടോ തേൻ കൊടുത്തത് കൊണ്ടോ ഒന്നും വ്യവസ്ഥ മാറുകയില്ല. അതുകൊണ്ട് എന്ത് വേണ്ടി വരും? അവിടെയാണ് NM ഹുസൈൻ അന്ന് പ്രബോധനത്തിനകത്ത് പണ്ട് എഴുതിയത്. നിങ്ങൾ ഈ ഇന്ത്യയിൽ ക്രിസ്തുമതം ഒരു ത്രട്ടല്ലല്ലോ ഇസ്ലാമിന്. എന്നാൽ പിന്നെ ഇത്രത്തോളം ക്രിസ്തുവിനെയും ക്രിസ്തുമതത്തെയും സംവാദമാക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ എന്തിന്, സംവാദങ്ങൾ എന്തിന്? ഇവിടെ ക്രിസ്ത്യാനിറ്റി വല്ല ത്രട്ടുവാണോ? അല്ലല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ IPS ഇറക്കിയിരിക്കുന്നത് ക്രിസ്തു, ഇസ്ലാം, അങ്ങനെയാണ്. മറ്റൊന്ന് കമ്മ്യൂണിസമാണ്. അത് പണ്ടേ ചത്ത ഒരു പാമ്പാണ്. പാസ്പോർട്ട് പണിക്കരുത് പറയുന്ന വൈറ്റ് ഇമ്പീരിയലിസ്റ്റുകൾ കൊണ്ടു നടക്കുന്ന ഒരു കമ്മ്യൂണിസവും ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ മാസത്തിന് എന്ത് പ്രസക്തി? അപ്പൊ അതുകൊണ്ട് അത് ലോകത്ത് തന്നെ അതിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് അത് അകന്നുപോയ ഒരു പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസത്തിനെ ഇങ്ങനെ പഠിക്കുന്നത് എന്തിനാണ്? കമ്മ്യൂണിസത്തിനെ വിമർശിക്കുന്നത് അത് എന്തിനാണ്? നമ്മുടെ താളുകൾ ഇങ്ങനെ മെനക്കെടുക്കുന്നത്. പകരം ഇന്ത്യക്ക് അകത്തെ പ്രശ്നം ഈ ബ്രാഹ്മണിസമാണ്. അതിനെതിരെ ഒരെഴുത്ത് ഡോക്ടർ അംബേദ്കറുടെ ഏതെങ്കിലും ഒരു സിംഗിൾ കൃതി ഒന്ന് മലയാളത്തിലാക്കാൻ, അതൊരു പുസ്തകമാക്കാൻ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒരു സംവാദം സംഘടിപ്പിക്കാൻ എന്തുകൊണ്ട് നമ്മളുടെ സോക്കോൾഡ് മുസ്ലിം ഇന്റലിജൻഷ്യ ഇപ്പോഴും ധൈര്യം കാണിക്കുന്നില്ല, റെസ്പോൺസിബിൾ ആകുന്നില്ല എന്ന പ്രശ്നം പ്രധാനമാണ്. അവിടെയാണ് വിദ്യാഭ്യാസമുള്ളവർ ഈ മതത്തിന്റെ ഇസ്ലാമിന് അപ്പുറത്തേക്ക് സ്പിരിറ്റ് ഓഫ് ഇസ്ലാമിനെ പ്രണയിച്ചു പോകുന്നത് ഞങ്ങൾ. കാരണം മതത്തിന്റെ ഇസ്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ സ്പിരിറ്റ് ഓഫ് ഇസ്ലാം എന്റെയും മാൽക്കം എക്സിന്റെയും പ്രഭാകരന്റെയും ലോകത്തെ മർദ്ദിതരായ മുഴുവൻ മനുഷ്യരുടെ മനസ്സിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ഇസ്ലാമുണ്ട്. ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഇസ്ലാം. മതത്തിനെതിരെ എന്ന് പറയുന്നത് ശരീരത്തിലെ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഈ റിലീജിയനെ നമുക്ക് ശരിക്കും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. MN റോയി പല കാര്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാമിനകത്ത് റോയി പറയുന്നതും പെരിയാർ പറയുന്നതും അംബേദ്കർ പറയുന്നതുമായ കാര്യമുണ്ട്. ലോകത്ത് പറയുന്ന സിദ്ധാന്തവും പ്രയോഗവും തമ്മിൽ ഏറ്റവും അന്തരം കുറഞ്ഞ ഒന്നായിട്ടാണ് ആ കൂട്ടത്തിലാണ് ഇസ്ലാമിനെ അംബേദ്കർ 5-ാം വാല്യത്തിൽ അടയാളപ്പെടുത്തുന്നത്. പറയുന്നത് പ്രയോഗിക്കുന്ന ഒരു മതമാണത്. പക്ഷേ അത് ഇവിടെ പ്രയോഗിക്കേണ്ടത് നമുക്ക് അനുഭവിക്കണ്ടേ, എനിക്ക് അനുഭവിക്കണ്ടേ? അതുകൊണ്ട് തീർച്ചയായും ആ നിലയ്ക്കുള്ള ഒരു മാറ്റം, കുറച്ചുകൂടെ ആഭ്യന്തരമായ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ കാണാൻ, കുറച്ചുകൂടെ ഇപ്പോ നമ്മുടെ ഡയലോഗുകളൊക്കെ ഇങ്ങനെ വേദികളിൽ നിന്ന് അവിടെ അകന്നു പോകേണ്ടതല്ല. കുറച്ചുകൂടെ ശക്തമായ സാമൂഹ്യ വിനിമയങ്ങൾ ആവശ്യമാണ്. കുറച്ചുകൂടെ ശക്തമായ ഇപ്പൊ ദലിതരെ ഒരു കമ്മ്യൂണിറ്റി
സംഗതിയായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അവർക്കാണ് ബോധം വേണ്ടത്. ബോധത്തോട് പ്രവർത്തിക്കുന്നവരൊക്കെ ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ സവർണരാണ്. പക്ഷെ ബോധവൽക്കരണം ഇപ്പോഴും സർക്കാർ നടത്തുന്ന ദളിതർക്കാണ്. ആർക്കാണ് ബോധത്തോട്? അപ്പൊ ദളിതരെ ഇങ്ങനെ ഔദാര്യം കിട്ടേണ്ടവരോ പാവങ്ങൾ എന്നുള്ളതല്ല, അവർക്ക് വ്യക്തിത്വമുള്ള ഒരു സമൂഹമായി, സംസ്കാരമുള്ള, ചരിത്രമുള്ള, ഐഡന്റിറ്റി ഉള്ള ഒരു ജനതയായി കണ്ടുകൊണ്ട് അവരെ ഉയർത്തുന്ന ആശയങ്ങളോട്, അവരുടെ ദാർശനിക ചിന്തകളോട്, അംബേദ്കറിസത്തോട്, ദളിത് പ്രത്യയശാസ്ത്രത്തോട് ഒക്കെ കുറച്ചുകൂടെ വൈജ്ഞാനികമായി, കുറച്ചുകൂടെ പ്രായോഗികമായി വിനിമയം ചെയ്യാൻ ആവശ്യമായ രീതിയിലേക്കുള്ള അജണ്ടകൾ നാസറോടെ പറഞ്ഞല്ലോ. നമ്മുടെ അജണ്ടകളെ സംബന്ധിച്ച് നമുക്കൊന്നും ചിന്തപ്പെടുത്തേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു പോവുക, എറിയാട് ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്യാമ്പ് നടത്താൻ നമുക്ക് കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക, എറിയാട് ഒരു ദളിത് മുസ്ലിം സഹവർത്തനം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ആ സഹവർത്തനം ഉണ്ടായിരുന്നു. ആ സഹവർത്തനം കഴിഞ്ഞ് പിന്നീടാണ് അതിന്റെ മുകളിൽ ഹിന്ദു മുസ്ലിം ഡയലോഗ് ശക്തിപ്പെടുന്നത്. ആ സഹവർത്തനം സംഘടിപ്പിച്ചവരല്ലേ, അവർ പിന്നീട് വേട്ടയാടപ്പെടുന്നു. പക്ഷേ കുറച്ചുകൂടെ ശക്തമായ അടിത്തറയുള്ള വലിയ പ്രസ്ഥാനങ്ങളെല്ലാം ഈ ഡയലോഗിന്റെ ആൾക്കാരായിട്ട് മാറുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് പ്രഭാകരന്റെ ഈ പുസ്തകം രണ്ട് തരത്തിലാണ്. അദ്ദേഹം ദളിതർ പോലും ദളിത് ഐഡന്റിറ്റി ഉൾക്കൊള്ളാത്ത ഒരു കാലത്ത്, അംബേദ്കർ തിരിച്ചറിയാത്ത കാലത്ത് അദ്ദേഹം അംബേദ്കറായിട്ടായി. ജന്മം കൊണ്ട് ദളിതനല്ല, പക്ഷേ ആശയം കൊണ്ട് ദളിതത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അംബേദ്കർ ഉയർത്തിപ്പിടിച്ച് അതിന്റെ പ്രതിനിധിയായി തെരുവിലിറങ്ങി കലഹിക്കുകയും പോരാടുകയും അതിന്റെ എല്ലാവിധമായ ഗുണവും ദോഷവും അനുഭവിക്കുകയും ചെയ്ത സ്വാഭാവികമായ പ്രതിനിധിയാണ് അദ്ദേഹം. അത് ഒരു വലിയ പ്രതിനിധാനമാണ്. ദളിതരുടെ മാത്രമല്ല, സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ദളിത് ബഹുജൻ പെർസ്പെക്റ്റീവിന്റെ സ്വയം പ്രതിനിധി അദ്ദേഹം മാറി. സോഷ്യൽ റെപ്രസെന്റേഷൻ അസാധ്യമാണല്ലോ, സമൂഹങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു ഐഡിയോളജിയെ സ്വയം സാക്ഷീകരിക്കുകയും അതിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യമായ തീരുമാനവും സമർപ്പണവുമാണ് ആ പുസ്തകത്തിലും ജീവിതത്തിലും ഉടനീളം ഇപ്പോഴും തുടരുന്നത്. ആ സമൂഹങ്ങൾ കൂടി ഏറ്റെടുക്കുമ്പോഴാണ് സോഷ്യൽ റെപ്രസെന്റേഷനായി മാറുക. ഒന്ന്. രണ്ടാമത്, അംബേദ്കറിസം അത് ഈ രാജ്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ രാജ്യത്ത് മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും, അതൊരു പക്ഷേ അധികാരം നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന് അംബേദ്കർ ഇറങ്ങിപ്പോകുന്നത് ആർക്ക് വേണ്ടിയാണ്? ദളിതർക്ക് വേണ്ടിയല്ല. ഇറങ്ങിപ്പോകേണ്ടിയിരുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഇറങ്ങിപ്പോയത് ബ്രാഹ്മണ സ്ത്രീകൾക്ക് വേണ്ടി പോലുമാണ്. ഹിന്ദു കോഡ് ബില്ല് പറയപ്പെട്ടപ്പോഴാണ് ഇനി ഈ കസേര എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്. ഹിന്ദു കോഡ് ബില്ലിന്റെ പ്രത്യക്ഷ ഗുണം കിട്ടുന്നത് ബ്രാഹ്മണ സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ അംബേദ്കർക്ക് ബ്രാഹ്മണൻ ഉണ്ടായിരുന്നില്ല. കാരണം സ്ത്രീ ജന്മനാ സ്ത്രീ ശൂദ്രജാതിയാണ്. അതുകൊണ്ട് സ്ത്രീകളില്ലല്ലോ ജാതിക്കകത്ത്. അപ്പോ അംബേദ്കർ അങ്ങനെയാണ്. അപ്പൊ ഈ രാജ്യത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയും തൊഴിലാളികളെയും എല്ലാവരും ഉൾക്കൊണ്ട ഒരാളെ എന്ന നിലയിൽ അംബേദ്കർ ദർശനങ്ങളോട് കുറച്ചുകൂടെ ക്രിയാത്മകമായി, ഞാൻ അംബേദ്കറായിട്ടാണ്, ഞാൻ മാർക്സിസ്റ്റാണെന്ന് പറയാൻ ശ്രമിക്കുന്നത് പോലെ, ഞാൻ ഗാന്ധിയനാണെന്ന് പറയാൻ ശ്രമിക്കുന്നത് പോലെ, ഞാൻ അംബേദ്കർ സ്കൂൾ ഓഫ് തോട്ടും അതിൻ്റെ ഒരാളാണെന്ന് പറയാൻ വിസമ്മതിക്കുന്ന ഒരു മത സാമൂഹ്യ ബോധത്തിന്റെ പരിമിതിയെ ഭേദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് ചെല്ലുകയും ദളിത് ഐഡന്റിറ്റിയിലൂടെ സഞ്ചരിക്കും, ദളിത് ആശയ ലോകത്തൂടെ സഞ്ചരിക്കുകയും അത് സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട് സമരമാക്കി മാറ്റുകയും ആ സമര സഞ്ചാരത്തിന്റെ ഒടുവിൽ അദ്ദേഹം മാൽക്കം പോയതുപോലെ ഇസ്ലാമിൽ വിമോചനത്തിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ സാൽവേഷന്റെ സാധ്യതകൾ കണ്ടെത്തുകയും അവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ആശയത്തെ പുലുകി അതിൽ ചെന്ന് മക്കയിൽ പോയി ആ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി അദ്ദേഹം പിന്നെ അത് ചെയ്തതിനു ശേഷം തിരിച്ചു വന്നിട്ടാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ അംബേദ്കറായി. ദളിതർക്കിടയിൽ അദ്ദേഹം അംബേദ്കറായിട്ടായി. അതേപോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ്. ദളിത് ബഹുജൻ ഈ ഒരു അലയൻസിന്റെ വക്താവായി, എന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച് ഷംസുദ്ദീനായി, പക്ഷെ പേര് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് അയാൾ അംബേദ്കറായിട്ട് എന്ന് പറയുന്നു. ഇസ്ലാമിക വിശ്വാസമാണ് ശരിയെന്ന് പറയുകയും അങ്ങനെ തന്നെ ആ വിശ്വാസധാരയിൽ ആരാധനയിൽ പങ്കെടുക്കുകയും സുജൂദ് ചെയ്തുകൊണ്ട് അയാൾ അംബേദ്കറായിട്ട് എന്ന് പറയുമ്പോൾ അത് നിർവഹിക്കുന്ന വലിയൊരു സാമൂഹിക ഏകീകരണത്തിന്റെയും ഒരു വലിയ സോഷ്യൽ പൊളിറ്റിക്കൽ കൺസോളിഡേഷന്റെ ശരിക്കും പറഞ്ഞ വ്യക്തിരൂപമായി അദ്ദേഹം മാറി. തീർച്ചയായും ആ ഒരു സാധ്യതയും അതിലുയർത്തുന്ന വികാരങ്ങളെയും അത് മുന്നോട്ട് വെക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റുകളെയും നമുക്ക് കുറച്ചുകൂടെ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിന് കുറച്ചുകൂടെ റെസ്പോൺസിബിളായ കൂടുതൽ ശക്തമായ പദ്ധതികളിലേക്ക് ഒന്ന് വ്യവഹാര തലങ്ങളിലും ബൗദ്ധിക തലങ്ങളിലും ജ്ഞാനമേഖലയിലും ഇപ്പം പ്രായോഗികമായ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലുകളിലും മുന്നോട്ട് പോകാൻ തീർച്ചയായും പ്രഭാകരന്റെ ഈ ഉദ്യമം, അദ്ദേഹത്തിന്റെ പുസ്തകം, അദ്ദേഹത്തിന്റെ ആശയം എല്ലാം നമുക്ക് കൂടുതൽ ഊർജ്ജമാകട്ടെ, വെളിച്ചമാകട്ടെ. ഇനിയും ഇതേപോലെയുള്ള ഇതിന്റെ ബാക്കി, ഇതൊരു തുടക്കമായി മാത്രം ഞാൻ കാണുന്നു. ഇതിൽ പറയാൻ വിട്ടുപോയതും പറയാത്തതും ഇനി പറയേണ്ടതുമായ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇതിന്റെ തുടർച്ച ഉണ്ടാകണമെന്ന് കൂടി എൻ്റെ ഗുരുനാഥനായ പ്രഭാകരനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ വേദിയിൽ വരാൻ അവസരം നൽകിയ സംഘാടകർക്ക് ഞാൻ നന്ദി പറയുന്നു. പ്രഭാകരന് കൂടുതൽ ഊർജ്ജത്തോടെ, ഊർജ്ജസ്വനായി, ആയുസോടെ കൂടുതൽ കാര്യങ്ങൾ ഇടപെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. അഭിവാദ്യങ്ങൾ.